അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. പാട്ടിന്റെ ഇടങ്ങൾ. വട്ടംകുളം അങ്ങാടി ഉണരുന്നത് തന്നെ ആ പാട്ടിന്റെ താളത്തിനൊപ്പമാണ്. അവിടെ 50 വർഷത്തിലേറെ പഴക്കമുള്ള റേഡിയോയും പഴയകാല ടേപ്പ് റെക്കോർഡറുകളുമായി വട്ടംകുളത്തുകാരുടെ സ്വന്തം മോഹനേട്ടൻ ഇരിപ്പുണ്ട്. പാട്ടിനെ സ്നേഹിക്കുന്ന ആ മനുഷ്യന്റെ ആലയിലുണ്ട് സംഗീതാസ്വാദനത്തിന്റെ പഴയ പൊലിമ. കണ്ണീരലകൾ ആശ്വാസതീരം തേടും തിരയായി. 4 പതിറ്റാണ്ടായി എടപ്പാൾ വട്ടംകുളത്ത് പാട്ടും പറച്ചിലുമായി മോഹനേട്ടൻ തന്റെ ആലയിൽ സജീവമാണ്. പഴയകാല റേഡിയോ, ടേപ്പ് റെക്കോർഡർ എന്നിവയിലെ പാട്ട് കേട്ടാണ് മോഹനൻ തീച്ചൂളയിൽ വെന്തുരുങ്ങുന്ന ഇരുമ്പിനോട് മല്ലിടുന്നത്. കുട്ടിക്കാലം മുതലേ റേഡിയോയോട് താല്പര്യമുണ്ട്. റേഡിയോന്റെ പാട്ട് കേട്ടാണ് പലപ്പോഴും ഞാൻ വായിക്കാറടക്കം റേഡിയോന്റെ പാട്ട് കേട്ടിട്ടാണ്. ഉറങ്ങുന്നത് വരെ റേഡിയോന്റെ പാട്ട് കേൾക്കും. റേഡിയോയിലെ പാട്ട് മാത്രമല്ല, വാർത്തകളും അതിലത്തെ റേഡിയോയിലത്തെ മലയാള നിലയങ്ങളിലുള്ള ഒട്ടുമിക്ക പരിപാടികളും, റേഡിയോ ഗ്രാമരംഗം, വയലും വീട്, അതുമാതിരി കാർഷിക രംഗം, പിന്നെ വാർത്തകൾ, എഴുത്തുപെട്ടി, അങ്ങനെ എല്ലാ പരിപാടികളും മിക്കവാറും കേൾക്കും. അങ്ങനെ റേഡിയോയിലെ പാട്ട് കേട്ടുകൊണ്ട് തന്നെയാണ് ഈ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം, പാട്ടിന്റെ താല്പര്യം. പിന്നെ പാട്ട് കൂടുതൽ കേൾക്കാനും ഇഷ്ടപ്പെടും. പിന്നെ അതുപോലുള്ള ഈ പാട്ട് കേൾക്കാവുന്ന ഇതൊക്കെ സംവിധാനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. റെക്കോർഡ് പ്ലെയർ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ടേപ്പ് റെക്കോർഡ് കുട്ടിക്കാലം മുതലേ ടേപ്പ് റെക്കോർഡിന്റെ ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പ്രായമായി പിന്നെ അതൊക്കെ വാങ്ങിക്കാനുള്ള വരുമാനമൊക്കെ ആയി തുടങ്ങിയപ്പോഴാണ് ഞാൻ വാങ്ങിക്കാൻ തുടങ്ങിയത്. രാവിലെ മുതൽ കാതിരിമ്പമുള്ള പാട്ടുകൾ കേൾക്കാം. മധുരമുള്ള പഴയ ഗാനങ്ങൾ മുതലുണ്ടാകും. ആ പാട്ടിന്റെ താളത്തിനൊത്ത് മോഹനേട്ടൻ തന്റെ ആലയിലിരുന്ന് പണിയെടുക്കും. സമീപത്തുള്ള കടക്കാർക്കും കാൽനട യാത്രക്കാർക്കും അതൊരു ശീലമായി. അതിനുശേഷം വില കുറയുകയും ഞങ്ങൾക്ക് വരുമാനം കുറഞ്ഞത് കാരണം ആൾക്കാർക്ക് കഴിക്കുന്നതിനാവശ്യമായ എന്തെങ്കിലും സാധനം. പാട്ടിനോടുള്ള ഇഷ്ടം പോലെ തന്നെ 50 വർഷത്തിലധികം പഴക്കമുള്ള റേഡിയോയും പഴയകാല ടേപ്പ് റെക്കോർഡറുകളും മോഹനേട്ടൻ എടുത്തുവച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇത്രയേറെ കളക്ഷനുകൾ അദ്ദേഹത്തിനടുത്തുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. ഒപ്പം അതെല്ലാം കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കുന്ന അദ്ദേഹത്തിന്റെ മിടുക്കിനെയും പ്രശംസിക്കാം. കപടഭൂമിയിൽ കണ്ടോ പറയൂ സുരലോകം നിങ്ങൾ, സുഭഗ സ്വർഗം നിങ്ങൾ. 25-ന് മേലെ ടേപ്പ് റെക്കോർഡറുകൾ, ഗ്രാമഫോൺ, വീട്ടിൽ സൂക്ഷിച്ചതടക്കം ഇന്റർനാഷണൽ കമ്പനിയുടെ റേഡിയോ അടക്കം 30-ലധികം റേഡിയോകളുണ്ടെന്ന് സാരം. മ്യൂസിക് സിസ്റ്റങ്ങൾ കേടുവന്നവയാണെങ്കിലും മോഹനേട്ടൻ അത് വാങ്ങി ഉപയോഗപ്രദമാക്കി തന്റെ കയ്യിൽ ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കും. ടാപ്പ് റെക്കോർഡുകൾ വാങ്ങിച്ചിരുന്നു, പുതിയ സെറ്റ് വാങ്ങിച്ചിരുന്നു ആദ്യമൊക്കെ. പിന്നെ പഴയ സെറ്റുകൾ ഇതുപോലെ സംഘടിപ്പിച്ചു തുടങ്ങി. അങ്ങനെ അതിങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കും, റിപ്പയർ ചെയ്യും. അതായത് അതിൻ്റെ ചില കേടുപാടുകളൊക്കെ തീർത്തിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ എടുത്തു കൊടുത്തിട്ട് അത് കേടുപാടുകളൊക്കെ തീർത്ത് പരമാവധി വർക്കിംഗ് കണ്ടീഷൻ ആക്കും. എന്നിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യിക്കും. അങ്ങനെ മാറി മാറി സെറ്റുകളൊക്കെ വർക്ക് ചെയ്യിക്കും. അതുമാതിരി കാസറ്റുകൾ ഞാൻ പരമാവധി കാസറ്റുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കിട്ടാവുന്നിടത്തോളം കാസറ്റിന്റെ സെയില് അതൊക്കെ വ്യാപകമായിരുന്ന സമയത്ത് പരമാവധി കാസറ്റുകൾ വാങ്ങി വെക്കും. ചുരുക്കി പറഞ്ഞാൽ സംഗീതമില്ലാതെ മോഹനേട്ടനില്ല. ചുറ്റുമുള്ള റേഡിയോ കൂട്ടങ്ങളോടും പാട്ടുകളോടും വെന്തുരുകുന്ന തീച്ചൂളകളോടും മല്ലിട്ട് വട്ടംകുളത്തങ്ങാടിയിൽ മോഹനേട്ടൻ പാട്ടും പറച്ചിലുമായി തുടരും. പദങ്ങൾ പാടുന്നു, കൈതകൾ വിലാസമാടുന്നു, കനവെല്ലാം കതിരാ